أعوذ بالله من الشيطان الرجيم. أعوذ ഇവിടെ ഒന്നാമത്തെ അക്ഷരം ഹംസയാണ്. രണ്ടാമത്തെ അക്ഷരം ഐനാണ്. ഐനിന് ദമ്മ വാവ് മദ് കൊടുക്കുന്നു. മൂന്നാമത്തെ അക്ഷരം ദാലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, റൂ എന്നുള്ള ദീർഘം 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. അതായത് റൂ എന്നുള്ള ആ ഒരു ദീർഘം 2 അക്ഷരങ്ങൾ പറയാനെടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ നീട്ടി പറയാൻ പാടില്ല. അതായത് അഊദു എന്ന് പറയാൻ പാടില്ല. ഇങ്ങനെ 2 അക്ഷരങ്ങൾ പറയാനുള്ള സമയം മാത്രമേ അവിടെ നീട്ടാൻ പാടുള്ളൂ. അഊദു ബില്ലാഹി. ഇവിടെ ല എന്നുള്ള ദീർഘവും സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്ത് മാത്രമേ അവിടെയും നീട്ടാൻ പാടുള്ളൂ. മിനശ്ശൈത്വാനി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ത്വാഇനെയാണ്. മിക്ക ആളുകളും ഈ അക്ഷരത്തെ ത്വ എന്ന് മലയാളത്തിൽ തത്വം എന്ന് എഴുതുമ്പോഴുള്ള ത്വ ഈ ഒരു ശബ്ദത്തോടു കൂടെയാണ് ഉച്ചരിക്കാറുള്ളത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മലയാളത്തിലുള്ള അക്ഷരമാണ്. അറബിയിലുള്ള അക്ഷരമാകണമെങ്കിൽ ഈ അക്ഷരം സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കണം. അതായത് വായ നിറച്ചു പറയണം. ഇത് ഹെവി ലെറ്റർ ആണ്. അല്ലാതെ അവിടെ ത്വ എന്ന് ഒരു വാവിന്റെ ശബ്ദം കയറി വരുന്ന രൂപത്തിൽ ത്വ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. ശൈത്വാനി അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അവിടെ ജി എന്നുള്ള ദീർഘം നമുക്ക് 6 ഹർക്കത്ത് വരെ നീട്ടാം. അതായത് 6 അക്ഷരങ്ങൾ പറയാനുള്ള സമയമെടുത്ത് നമുക്ക് വേണമെങ്കിൽ നീട്ടാം. അല്ലെങ്കിൽ അവിടെ നമുക്ക് 2 4 ഹർക്കത്തിന്റെ സമയം എടുത്തുകൊണ്ടും നീട്ടി ഓതാം. അതായത് അവിടെ 2 ഹർക്കത്തിന്റെ സമയം എടുക്കുകയാണെങ്കിൽ റജീം ജീം അത്ര മതി. എന്നാൽ അവിടെ 4 ഹർക്കത്തിന്റെ സമയമാണ് എടുക്കുന്നതെങ്കിൽ റജീം. അല്ലെങ്കിൽ നമുക്കവിടെ 6 ഹർക്കത്തിന്റെ സമയം വരെ നീട്ടി ഓതാം. ഇത് മദ് ആരിദാണ്.